രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുന്നത്. ഈ പുതിയ പാമ്പൻ പാലം നിർമ്മിക്കാനായിട്ട് 535 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. രാമേശ്വരത്താണ് ഈ ഒരു പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത്. റിമോട്ട് ഉപയോഗിച്ച് പാലം ലംബമായിട്ടാണ് ഉയർത്തുന്നത്. പുതിയ ട്രെയിൻ സർവീസിനും ഇതേ തുടർന്ന് തുടക്കം കുറിക്കുകയുണ്ടായി. പാലത്തിനടിയിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലാണ് ആദ്യമായി കടന്നു പോകുന്നത്. പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കപ്പൽ പോകുന്നത്. ഇത് ഇന്ത്യ ഒട്ടാകെ ഇന്നലെ വലിയ വാർത്തയായിരുന്നു. നിങ്ങളിൽ പലരും കണ്ടു കാണും. നമ്മുടെ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇത് കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ വെസ്റ്റേൺ മീഡിയാസ് ഇങ്ങനെ ഒരു വാർത്ത കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല. പ്രത്യേകിച്ച് BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള നമ്മുടെ എമ്പുരാനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പോലും തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ BBC ഇന്ത്യയിൽ വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കിയ ഒരു വാർത്ത വന്നപ്പോൾ എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് വിശേഷിപ്പിക്കാവുന്ന പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ അതിനെക്കുറിച്ച് മാത്രം കണ്ടതായി ഭാവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് അസൂയ തോന്നുന്നത്? ആദ്യം പുതിയ പാമ്പൻ പാലത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് തന്നെ പറയാം. 99 തൂണുകളോട് കൂടിയ പുതിയ പാലത്തിന് ഏതാണ്ട് 2.08 കിലോമീറ്റർ ആണ് നീളം. രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന കടൽപ്പാലമാണ് പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിലാണ് പണിതിരിക്കുന്നത്. കപ്പലുകൾക്ക് മറ്റുമൊക്കെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് പാലത്തിന്റെ ഒരു ഭാഗം ലംബമായിട്ട് മുകളിലേക്ക് ഉയരുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണിത്. അപ്പോൾ എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന നിലയിൽ അറിയപ്പെടുന്ന ഈ ഒരു പാലം റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായിട്ടുള്ള റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് പണിതിരിക്കുന്നത്. പുതിയ പാമ്പൻ പാലം കുത്തനെ ഉയർത്താനും താഴ്ത്താനുമായിട്ട് ഇലക്ട്രോ മെക്കാനിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ പാമ്പൻ പാലത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഴയ പാമ്പൻ പാലത്തെ കുറിച്ച് കൂടി നമ്മൾ അറിയണം. അപ്പോൾ മാത്രമേ വെസ്റ്റേൺ രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ വാർത്ത കവർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അസൂയയാണ് അതിന്റെ കാരണമെന്നും മനസ്സിലാവുകയുള്ളൂ. പഴയ പാമ്പൻ പാലത്തിന്റെ ചരിത്രം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്താണ് തുടങ്ങുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആ ഒരു സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പാക് കടലിടുക്കിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമാവുന്നത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായിട്ടുള്ള സാമീപ്യമാണ്. രാമേശ്വരത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന തുരുത്താണ് ധനുഷ്കോടി. ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കടലിലൂടെ 16 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു പാലം നിർമ്മിക്കുന്നത്. 1914 ഫെബ്രുവരി 24 ഈ ഒരു പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നത്. അപ്പോൾ ഈ ഒരു പാലം നിർമ്മിച്ച സമയത്ത് ഇത് കപ്പലുകൾക്ക് കടന്നു പോകാനും കൂടിയുള്ള ഒരു സൗകര്യം വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ നടുഭാഗം കപ്പൽ ചാലിന്റെ വീതിയിൽ ഇരുവശങ്ങളിലേക്കുമായിട്ട് ഉയർത്തി മാറ്റാവുന്ന രീതിയിലാണ് പാലം രൂപകൽപ്പന ചെയ്തത്. അന്നത്തെ ഒരു സാങ്കേതിക വളർച്ച വെച്ച് നോക്കുമ്പോൾ അത്യാധുനികമായിട്ടുള്ള ഒരു ലിഫ്റ്റിംഗ് രീതിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അന്ന് ഇത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ട് തന്നെയാണ് ലോകം മൊത്തം ഇതിനെ അഭിനന്ദിച്ചത്. ഈ ഒരു പാമ്പൻ പാലത്തെ കണ്ടത് ബ്രിട്ടീഷുകാർ വളരെ അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും ഇത് നിർമ്മിച്ച് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു അവർക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെ ഒന്നും നിർമ്മിക്കാൻ കഴിയില്ല എന്ന്. എന്തായാലും ലണ്ടനിലാണ് ഇതിന്റെ ഭാഗങ്ങളൊക്കെ നിർമ്മിച്ചത്. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. കാര്യം ദോഷം പറയാൻ പാടില്ല, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാലമായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരു നൂറ്റാണ്ടിലേറെ കാലം ആ പാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഇടയ്ക്ക് നമ്മൾ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും. പക്ഷെ ഇപ്പൊ ഇന്ത്യ ഒരു സ്വയം പര്യാപ്ത രാജ്യവും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യവുമായി മാറി എന്നതിന്റെ തെളിവാണ് നമ്മൾ ഒരാളുടെയും സഹായമില്ലാതെ ഈ പാലത്തെ പുനർനിർമ്മിച്ചിരിക്കുന്നത്. അതും വെർട്ടിക്കലായിട്ട് തന്നെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാലം, ലോകത്തെ തന്നെ വിരലിൽ എണ്ണാവുന്ന പാലങ്ങളിൽ ഒന്ന്. അങ്ങനെ ഒന്ന് നമ്മൾ ഇവിടെ നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും പാമ്പൻ പാലം പോലൊന്നും മറ്റാർക്കും നിർമ്മിക്കാൻ കഴിയില്ല എന്ന് മേനി നടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കും വെസ്റ്റേൺ ലോകത്തിനും അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. പുതിയ പാമ്പൻ പാലത്തിന് 2019 പ്രധാനമന്ത്രി തറക്കല്ലിടുന്നത്. ഏതാണ്ട് 500 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് 2022 മാർച്ചിൽ പൂർത്തിയാക്കാൻ നമ്മൾ ലക്ഷ്യമിട്ടെങ്കിലും കോവിഡ് ഒക്കെ കാരണം പണിയൊന്ന് നീണ്ടുപോയി. പക്ഷെ ഇപ്പം നമ്മളിത് പൂർത്തിയാക്കുക മാത്രമല്ല, ഇതിൽ നമ്മള് അഭിമാനത്തോടു കൂടി ലോകത്തിന്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുക കൂടിയാണ്. ഇത് ഇന്നത്തെ ഇന്ത്യയുടെ വളർച്ച അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ട് ഉൾപ്പെടെ ഇന്ത്യ കൈവരിച്ച വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BBC ഉൾപ്പെടെയുള്ള പഴയ കൊളോണിയൽ കാലഘട്ടത്തിലെ മേനി നടിച്ചിരുന്ന മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നേണ്ടത്. കാരണം അവർ ഒരിക്കലും വാർത്തയാക്കില്ല. കാരണം അവരെക്കാൾ നമ്മൾ ഇന്ന് വളർന്നിരിക്കുന്നു എന്ന സത്യം അംഗീകരിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയുകയുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.